നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര താലൂക്ക് ആശുപത്രി പ്രവർത്തനം CITU തടസ്സപ്പെടുത്തുന്നതായി ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രേഖകളില്ലാതെ 40ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്നതായും ആരോപണം. ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന പേരാമ്പ്ര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന CITU സമീപനം അപലപനീയമാണെന്ന് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇവിടെ ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ കാരണം എല്ലാവർക്കും അറിയുന്നതാണ്. താലൂക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായ ഒരു നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വിളിച്ചു ചേർത്തത്. എന്നുവെച്ചാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇന്റർവ്യൂ നടത്തിയിട്ട് ഡാറ്റ എൻട്രിയിലെ ഇന്റർവ്യൂ നടത്തിയിട്ട് 3 ആളെ സെലക്ട് ചെയ്യുകയും അവരെ നിയമിക്കാൻ വേണ്ടിയിട്ട് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവിടെ ആദ്യം ഉണ്ടായിരുന്ന ജീവനക്കാർ അവരുടെ കാലാവധി കഴിഞ്ഞ് അതിനുശേഷം വീണ്ടും അവർ അവിടെ തുടരുകയും ചെയ്തിരിക്കും. തുടരുന്നതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷനൊക്കെ ബന്ധപ്പെട്ടിട്ട് പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കാൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഇന്റർവ്യൂ നടത്തിയ ആളുകളെ തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരു ഇതിലൂടെയും പോയെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നിയമനങ്ങളൊക്കെ നീളുകയൊക്കെ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം കഴിഞ്ഞ് ഇന്റർവ്യൂ നടത്തിയത്. അങ്ങനെ കഴിഞ്ഞ ജീവനക്കാരോട് വരണ്ടെന്ന് പറയുകയും പുതിയ ആളെ നിയമിക്കണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് അന്ന് അവിടെ അവരോട് വരണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ പറയുകയൊക്കെ ചെയ്ത്. പക്ഷെ അവര് പിറ്റേന്ന് രാവിലെ അവിടെ വന്ന് ജോയിൻ ചെയ്യുകയും ഇവരെ അവിടെ തുടരാൻ അനുവദിക്കാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അത് CIT-കാരുടെ നേതൃത്വത്തിലാണ് അന്ന് അവിടെ അതിനെ എതിർത്ത് നിന്നത്. ഇതിന്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമ്മുടെ രാജേട്ടനും രാജേഷ് മാഷും എല്ലാം പറയുന്നതാണ്. നമുക്കറിയാം എന്താ വെച്ചാല് നമ്മളൊരു ഇത് അന്ന് മാത്രമല്ല അതിന്റെ മുന്നേ നിയമനം നടത്തി ആളുകളെ നമ്മൾ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് 3 ആളെ നിയമിച്ചത് പിന്നെ അവരുടെ പെർഫോമൻസും എല്ലാം നോക്കിയിട്ടാണ്. ഒന്നര ഇവര് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് അവരൊന്ന് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് HMC മീറ്റിംഗിൽ അവർക്ക് ഞങ്ങൾ തീരുമാനം എടുത്തില്ല എന്നുള്ളതിലാണ്. പക്ഷെ അവിടെ നടത്തിയ ഇന്റർവ്യൂ അവിടെ നടത്തിയ നിയമനത്തിലും ഒന്നും HMC മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ നടക്കുമ്പോൾ മാത്രം അതൊരു നിയമത്തിന്റെ വഴിയും അവര് ഇതുവരെ 10-25 വർഷമായി അവിടെ നടത്തി ഒന്നും അതിന്റെ മിനിറ്റ്സ് രേഖപ്പെടുത്താത്ത സാഹചര്യമാണ് ഉള്ളത്. അവിടെ രോഗികൾക്ക് വരാനും ഡോക്ടറെ കാണിക്കാനും വന്നു പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നതിന് പകരം ഒരു ആശുപത്രിയാണ് എന്ന് മനസ്സിലാക്കാതെ അവിടെ ഒരു സമരത്തിന്റെ സാഹചര്യം ഉണ്ടാക്കുകയാണ് CIT-ന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചെയ്തത്. അതിന് കാരണമായി പറയുന്ന നിലവിലുള്ള 3 ജീവനക്കാരെ അവിടെ നിന്ന് പിരിച്ചുവിട്ടു എന്നാണ്. നമ്മൾ നേരത്തെ അവിടെ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാവരുടെയും ജീവനക്കാരുടെ കരാർ കാലാവധി കഴിഞ്ഞതാണ്. അവിടെ കൃത്യമായ ബോണ്ട് വെക്കുകയോ അല്ലെങ്കിൽ സാധാരണ ദിവസവേതനക്കാരാണെങ്കിൽ പോലും അതിന് പാലിക്കേണ്ട യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് അവിടെയുള്ള ജീവനക്കാരിൽ മിക്കവരും ഇപ്പം നിലനിൽക്കുന്നത്. അതിൽ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരായ 3 പേരെ മാറ്റാൻ ഭരണസമിതിയും അതുപോലെ തന്നെ HMC-യും തീരുമാനിച്ചു. HMC ആണ് ഈ നിയമനത്തിൽ എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ഒരു 15 വർഷമായി പേരാമ്പ്ര ആശുപത്രിയുടെ HMC-യിലുള്ള ഒരാളാണ്. ഇതുവരെ ഇങ്ങനെ HMC-യിൽ നമ്മളെ ഈ നിയമനത്തെ പറ്റി പറയുകയോ അല്ലെങ്കിൽ നിയമിച്ചത് ഈ സെലക്ട് ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആ നിയമനത്തിന് അംഗീകാരം വാങ്ങുകയൊന്നും ചെയ്യുന്ന ഒരു സാഹചര്യം പേരാമ്പ്രയിൽ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ വന്നപ്പോൾ നിയമിച്ച മുഴുവൻ ആളുകൾ ഇപ്പം എനിക്ക് തോന്നുന്നത് 9ാമത്തെ ആളുകളെയാണ് നമ്മളിപ്പോൾ ഡാറ്റ എൻട്രിയിലൂടെ നിയമിക്കുന്നത്. 5-8 പേരെ നമ്മൾ അതിന് മുമ്പ് നിയമിച്ചിട്ടുണ്ട് ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം. അത് പിന്നെ ലാബ് അസിസ്റ്റന്റുമാരുണ്ട്, അതുപോലെ തന്നെ ഡയാലിസിസ് ടെക്നീഷ്യന്മാരുണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ തീരുമാനിച്ചത് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ്. HMC-യിൽ വന്നു. HMC-യിൽ വന്നതിന് ശേഷം ആദ്യം HMC തീരുമാനിക്കുന്നു. HMC തീരുമാനിച്ചതിന് ശേഷം ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നിയമനം നമ്മൾ HMC-ക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ വന്നതിന് ശേഷമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയാണ് നമ്മൾ ഈ നിയമിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ 3 ആളുകളെ നിയമിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടുന്ന് ഒഴിവായ 3 ആളുകൾ യാതൊരു മാനദണ്ഡവുമില്ലാതെ അവിടുത്തെ മെഡിക്കൽ ഓഫീസർ അവർക്ക് ടെർമിനേറ്റ് ചെയ്തിട്ട് പോലും അവരവിടുന്ന് മാറി നിൽക്കാതെ 3 ആളുകൾ ചാർജ് എടുക്കാൻ വന്നപ്പോൾ അവർക്കെതിരായി ഞങ്ങൾ ഈ സീറ്റിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ പോലും അവിടെയും ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായി. കാരണം ഒരു ആശുപത്രിയാണ്, രോഗികൾ പുറത്ത് കാത്തു നിൽക്കുന്നു, നമ്മളെ കൊണ്ടൊരു ശല്യം ഉണ്ടാവരുത് എന്നതുകൊണ്ട് തന്നെ നമ്മൾ വാശി പിടിക്കാതെ
നമുക്കിപ്പോൾ വേണമെങ്കിൽ പോലീസിനെ വെച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റി നമ്മൾ ആ നിയമനം കൊടുത്ത ആളുകൾ നമുക്ക് നിയമിക്കാൻ സാധിക്കുമായിരുന്നു. ആ നടപടി നമ്മൾ സ്വീകരിക്കാതെ ഒരു അനുരഞ്ജനത്തിന്റെ ഭാഷയിൽ നമ്മൾ സ്വീകരിച്ചു. അവരുമായി സംസാരിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ ഒരു HMC മീറ്റിംഗ് വരെ നിങ്ങൾ കാത്തു നിന്നിട്ട് നിങ്ങൾ നിയമിച്ചു, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് അടുത്ത HMC മീറ്റിംഗ് നിങ്ങൾ 6-ാം തീയതി വെച്ചിട്ടുണ്ട്. 6-ാം തീയതി വരെ കാത്തുനിന്നതിന് ശേഷം മാത്രമേ ഇവിടെ നിയമിക്കാവൂ. അതുവരെ ഇവർക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പൂർണ്ണമായത് അംഗീകരിച്ചുകൊണ്ട് 6-ാം തീയതി എന്നുള്ള 2 ദിവസം ഇപ്പുറമാക്കി 3-ാം തീയതി ഞങ്ങൾ HMC യോഗം വിളിച്ചു. ആ HMC യോഗത്തിൽ വെച്ച് ഇന്നലെയാണ് HMC യോഗം വിളിച്ചത്. HMC യോഗത്തിൽ 10-20 ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതികൾ അതിലുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട്. അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതികളുണ്ട്. പൊതുമരാമത്ത് എഞ്ചിനീയർ ഉണ്ട്, KSEBയുടെ എഞ്ചിനീയർ ഉണ്ട്, വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയർ ഉണ്ട്. അങ്ങനെ 15 അംഗങ്ങളാണ് വോട്ടിംഗ് അവകാശമുള്ള അംഗങ്ങൾ. പക്ഷേ വോട്ടിംഗ് അവകാശമുള്ള അംഗങ്ങളെ ഒന്നും നോക്കാതെ തന്നെ മുഴുവൻ കാലാവധി കഴിഞ്ഞ താൽക്കാലിക ജീവനക്കാർക്ക് പകരം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ ആശുപത്രി വികസന സമിതി നിയമാനുസൃതം ഇന്റർവ്യൂ നടത്തിയാണ് നിയമിച്ചത്. കഴിഞ്ഞ 25 വർഷമായി പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ നിയമനങ്ങൾ മുഴുവൻ രാഷ്ട്രീയ പ്രേരിതവും ആവശ്യമായ യോഗ്യതകൾ ഇല്ലാത്തവരുമായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതിയെ കൊണ്ടുചെന്നെത്തിക്കാനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് വളരെ കൃത്യമായി പറയുന്നു. ഇപ്പോൾ 180 ദിവസം എന്നുള്ളത് 179ാമത്തെ ദിവസം നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പിന്തുടരുന്ന അതേ രീതി തന്നെയാണ് താൽക്കാലിക നിയമനങ്ങൾക്ക് മുഴുവൻ ആശുപത്രികളും ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ 179ാമത്തെ ദിവസം ആ താൽക്കാലിക ജീവനക്കാരന്റെ കരാർ അവസാനിപ്പിക്കുകയും ഇനി അയാൾക്ക് തന്നെ തുടർന്ന് നൽകുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 ദിവസത്തെയെങ്കിലും ഗ്യാപ്പ് നൽകിയിട്ട് ആ 2 ദിവസത്തെ സാലറി കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നൽകാവൂ എന്നുള്ളതാണ് സർക്കാർ ഉത്തരവ്. ആ ഉത്തരവ് കോട്ട് ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് ടീം കണ്ടെത്തിയിരിക്കുന്നത് കൃത്യമായ ഒരു കൃത്യവിലോപമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. വർഷങ്ങളായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഓഡിറ്റിൽ എടുത്തു പറയുന്നത്, മുദ്രപത്രത്തിൽ വാങ്ങി വെക്കേണ്ടുന്ന കരാറില്ലാതെയാണ് അവർ തുടരുന്നത്. മുദ്രപത്രത്തിൽ വളരെ കൃത്യമായിട്ട് കരാർ ഉണ്ടാവണം. തുടർ നിയമനങ്ങൾക്ക്, സ്ഥിര നിയമനങ്ങൾക്ക് ഞാൻ ക്ലെയിം ചെയ്യുന്നതല്ല, മുന്നറിയിപ്പില്ലാതെ എന്നെ പിരിച്ചുവിടാനുള്ള അധികാരം അധികാരികൾക്കുണ്ട് തുടങ്ങി മുദ്രപത്രത്തിൽ സാമ്പ്രദായികമായിട്ട് എഴുതി വരുന്ന ആ കാര്യങ്ങൾ എഴുതി മുദ്രപത്രത്തിൽ വെച്ചതിന് ശേഷം മാത്രമേ താൽക്കാലിക നിയമനങ്ങൾ നൽകാൻ പാടുള്ളൂ. പക്ഷേ 25 കൊല്ലത്തെ തുടർച്ചയായ ഒരു ഭരണ പ്രക്രിയക്കിടയിൽ ഒരു ഭരണമാറ്റം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ അത്തരം നിയമപരമായ യാതൊരു രീതികളും സ്വീകരിക്കാതെ ആണ് താൽക്കാലിക നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ നിയമനങ്ങൾക്കെതിരായിട്ട് വളരെ കൃത്യമായി ഇതിൽ പറഞ്ഞു എന്ന് മാത്രമല്ല, ആ ഓഡിറ്റ് ടീം ഒന്നുകൂടി എടുത്തു പറയുന്നുണ്ട്, ഇതിനു മുമ്പ് നടന്ന ഓഡിറ്റുകളിലും ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടും അത് പരിഹരിക്കാനോ പോരായ്മകൾ പരിഹരിക്കാനോ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളത് ഗുരുതരമായ കാര്യമാണ് എന്നുകൂടി ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രമപ്രകാരമല്ലാത്ത നിയമനങ്ങളെ ക്രമപ്പെടുത്തുക എന്നുള്ളത് ഏതൊരു ഭരണസമിതിയുടെയും ഈ ഓഡിറ്റ് റിപ്പോർട്ട് നടപ്പാക്കേണ്ടത് മെഡിക്കൽ ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. മുൻപ് അവിടെ ജോലി ചെയ്തിരുന്ന മെഡിക്കൽ ഓഫീസർമാര് ബാഹ്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പൊ നിയമപരമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഭരണസമിതി ചെയ്യുന്നത്. അതിൽ നിയമവിരുദ്ധതയുടെ ഒരംശം പോലും ഇല്ല. എന്നിരിക്കലാണ് 7 പഞ്ചായത്തുകളിലെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു വലിയ 1000-ഓളം രോഗികൾ ഒരു ദിവസത്തുന്ന ഒരു ആശുപത്രിയെ ഒരു സംഘർഷ കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു പരിശ്രമം. ഭരണമാറ്റമുണ്ടായി എന്നത് സമ്മതിക്കാൻ അംഗീകരിക്കാൻ തയ്യാറാകാത്തതിന്റെ പ്രതിഫലനങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ആശുപത്രിയിൽ എടുത്ത ആളുകളെ മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരനുസരിക്കുന്നില്ല, അങ്ങനെയുള്ള ഇതൊക്കെ ഒരു കാരണമാണ് അവർ പിരിച്ചുവിടാനുള്ള കാരണമായിട്ട് ശരിക്കും എടുക്കുക. പക്ഷെങ്കിൽ അതൊരു ഇതും ഇല്ലാതെ അവര് ഇന്നും അവിടെ തന്നെ അത്തരം ആളുകളുടെ സേവനമാണ് അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചത്. മാത്രമല്ല, ആവശ്യമായ കരാറുകളും രേഖകളുമില്ലാതെ നിലവിൽ 40ഓളം കരാർ ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇത്തരം ജീവനക്കാരെ ഒഴിവാക്കി പകരം യോഗ്യതയുള്ള പുതിയ ജീവനക്കാരെ ഇന്റർവ്യൂ നടത്തി നിയമിക്കുവാനും തീരുമാനിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന അഴിമതിയും ഗുരുതരമായ കൃത്യവിലോപങ്ങളും ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിനെതിരെയും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അംഗങ്ങൾ പറഞ്ഞു. മിനി വട്ടക്കണ്ടി, വഹീദ പാറേമ്മൽ, രാജൻ മരുതേരി, വിബി രാജേഷ്, സുവർണ KK, ലിജി, ഷിജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.